അപ്പോൾ ഇവിടുത്തെ ഷൂട്ട് സെറ്റിൽ ഇന്ന് എന്നായിരുന്നു ഫുഡ്? സാധാ കുത്തിരിച്ചോറ്, പച്ചരിച്ചോറ്, പിന്നെ ഫിഷ് കറി, ഫിഷ് ഫ്രൈ, പിന്നെ സ്പെഷ്യൽ ചിക്കനോ ബീഫോ അങ്ങനെ മാറി മാറി. ആദ്യമായിട്ട് വർക്ക് ചെയ്ത സിനിമ ഏതാ, ഓർക്കുന്നുണ്ടോ? ശോഭന മേമൊക്കെ അഭിനയിച്ച അഗ്നിസാക്ഷി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അന്ന് വാങ്ങിച്ച സാലറി ഒക്കെ ഓർക്കുന്നുണ്ടോ? അന്ന് 75 രൂപയായിരുന്നു. 75 രൂപ ആദ്യം വാങ്ങിച്ച സാലറി മറക്കാൻ പറ്റില്ല. 75 രൂപയായിരുന്നു. കൂടുതലും മോഹൻലാൽ സാറിന്റെ സിനിമയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ചില സമയങ്ങളിൽ ലാൽ സാറ് പക്ക ഡയറ്റ് ആണെങ്കിൽ 3 നേരം പാൽക്കഞ്ഞി മാത്രം കഴിക്കും. മമ്മൂക്ക ഇടയ്ക്ക് കുക്കിനെ വെക്കാറുണ്ട്. മമ്മൂക്ക എല്ലാ ഭക്ഷണവും കഴിക്കില്ല. ഇപ്പൊ ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർസിനൊക്കെ സെപ്പറേറ്റ് ഫുഡാണ്, അല്ലാത്തവർക്ക് വേറെ ഫുഡാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് ഇത്രയും കാലമായിട്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഒരു സിനിമ നടക്കുമ്പോൾ ഒരു മെസ്സാണ് വെക്കാറുള്ളത്. ആ മെസ്സിൽ നിന്നാണ് നമ്മൾ എല്ലാവർക്കും ഫുഡ് കൊണ്ടുപോകുന്നത്. 10-30 ദിവസമൊക്കെ ആകുമ്പോൾ ഫുഡ് മടുക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ചേഞ്ചുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർമാർ പറയും, മാനേജ്മെന്റ് നമ്മളും ഇടപെടും. ഞങ്ങളും അവരുമായിട്ടൊക്കെ വഴക്കൊക്കെ കൂടും. നല്ല രസമാണ്. വഴക്ക് പിണക്കൊക്കെ കൂടിയിട്ടുണ്ട്. ഞാൻ ദേഷ്യപ്പെട്ടൊക്കെ പറയും. ഫുഡ് ശരിയായില്ലെങ്കിൽ നമ്മൾ പറയും. ഫുഡിന്റെ കാര്യത്തിൽ നമുക്കൊരു കോംപ്രമൈസും ഇല്ല. നമ്മളൊരു ടീമാണ്. ഒരാൾ പാത്രം കഴുകണം, ബാക്കിയുള്ളവർ ഈ ഫുഡ് കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് രാവിലെ ആണെങ്കിൽ എല്ലാവരും സെറ്റിലായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ചില ആൾക്കാർ വർക്കില്ലാത്ത ആൾക്കാരുണ്ടാവും. അവർ റൂമിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് റൂമിലോട്ട് എടുക്കും. ചെറിയ ചെറിയ ടിഫിൻ കെയറുകളുണ്ട്. എനിക്ക് കൊച്ചിലെ ഭക്ഷണം കുറവായിരുന്നു. ഭക്ഷണമൊന്നും ഇല്ല. എനിക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളൊക്കെ ഭക്ഷണം ഇല്ലാതല്ലേ വളർന്നത്. ഞാൻ അന്ന് ഇങ്ങനെ എഴുതി. ഇപ്പൊ കണ്ടില്ലേ, ഇതെല്ലാം സിനിമ പ്രൊഡ്യൂസർമാരെ ഫുഡാണ്, സിനിമയിലെ ഫുഡാണ്, എന്റെ ചോറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജോലി. എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം വേറെ സംഭവം ഇല്ലല്ലോ. പണ്ടൊക്കെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് നടിമാർ അല്ലെങ്കിൽ നടന്മാർ, ക്യാമറമാനൊക്കെ ഡിസ്കഷൻ ആവാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും തന്നെ നമ്മളിങ്ങനെ അവർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഫുഡ്, അതായത് അവിടെ സെറ്റിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഷൂട്ടിംഗ് സെറ്റിൽ. വെൽക്കം ടു ക്ലബ് FM. രാജേഷ് ഏട്ടാ, നമസ്കാരം. ഇന്ന് ഏത് സിനിമയുടെ ഷൂട്ട് ചെയ്യുന്ന വരുന്നത്? ബി ഉണ്ണികൃഷ്ണൻ സാറ് ഡയറക്ഷൻ ചെയ്യുന്ന ഒരു ഇനിയും പേരിടാത്തൊരു സിനിമയുടെ സെറ്റിൽ നിന്നാണ് വരുന്നത്. നിവിൻ പോളിയാണ് നായകൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഷൂട്ട് സെറ്റിൽ ഇന്ന് എന്നായിരുന്നു ഫുഡ്? ഇവിടെ ആ ഫുഡ് ഇന്ന് സ്പെഷ്യലായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടാവും. എപ്പോഴത്തെ ഫുഡാണ്? രാവിലത്തെയാണോ? രാവിലത്തെ. ഇപ്പൊ വരുമ്പോ ഉച്ചക്കത്തെ പറ, അതാകുമ്പോ ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഉച്ചക്കത്തെ ഫുഡ് എന്തായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ? ഉച്ചയ്ക്ക് നമുക്ക് മിക്കവാറും സൺഡൈസിൽ ബിരിയാണി ആയിരിക്കും. പക്ഷെ ഇന്നത്തെ ഫുഡാണെങ്കിൽ നമ്മൾ സാധാ മീൽസ് ആണ്. കോമൺ ആയിട്ട് എല്ലാവർക്കും മീൽസ്. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ സ്പെഷ്യൽ ചിക്കൻ. ഓപ്ഷൻസ് ഉണ്ടാവൂലേ ഫുഡില്? ഫുഡിൽ ഓപ്ഷൻസ് ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഇപ്പം മേഡമായിരുന്നാലും ഇപ്പം നമ്മളെല്ലാവരും എല്ലാം കഴിക്കില്ലല്ലോ. പക്ഷെ സെറ്റിൽ എല്ലാം ഉണ്ടാവും. വെജ് ആയിരിക്കും, ചിലർ നോൺ വെജ് ആയിരിക്കും, ചിലർ ചിക്കൻ കഴിക്കാത്ത ആൾക്കാരുണ്ടാവും, പിന്നെ ചില ആൾക്കാർ ചപ്പാത്തി കഴിക്കും. നമുക്ക് സാധാരണ ഇപ്പം സിനിമ എല്ലാ സെറ്റുകളിലും കുറച്ച് ആൾക്കാർ ഈ വൈറ്റ് റൈസ്, പച്ചരി കഴിക്കുന്ന ആൾക്കാരായിരിക്കും. എല്ലാവരും ഇപ്പോൾ ഡയറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർ. എല്ലാവർക്കും ഡയറ്റ് മെനു ഇതൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഇന്ന് ഇപ്പം നമുക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് സാധാ കുത്തിരിച്ചോറ്, പച്ചരിച്ചോറ്, പിന്നെ ഫിഷ് കറി, ഫിഷ് ഫ്രൈ, പിന്നെ സ്പെഷ്യൽ ചിക്കനോ ബീഫോ അങ്ങനെ മാറി മാറി വരും. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചിക്കനായിരുന്നു. നോൺ എന്തായാലും ഉണ്ടാവും. നോണും വെജും. അതായത് നമ്മളെ വെജിലുള്ള മറ്റേ നമ്മള് കൂട്ടുപൊരിയില്, തോരൻ, പിക്കിള്, ചമ്മന്തി, പിന്നെ ഒഴിച്ചുകറികള്, പുളിശ്ശേരി, സാമ്പാർ, രസം, അങ്ങനെയുള്ള എല്ലാ കറികളും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു രാജേഷ് ചേട്ടൻ ഈ ഒരു ഫീൽഡിലേക്ക്, ഈ ഒരു പ്രൊഡക്ഷന്റെ ഫീൽഡിലേക്ക് എത്തിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 30 വർഷം, ഏകദേശം 30 വർഷം അടുത്താകണം. അത് എൻ്റെ പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാനൊരു SSLC എക്സാം എഴുതിയ ഒരു സമയത്താണ് ഞാൻ ഈ ഇതിലോട്ട് വന്നത്. എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത്? സിനിമ ഷൂട്ടിൽ ഇതുപോലെ ഈ മേഖലയിൽ വരുന്നവർ ആദ്യം നമ്മൾ ഡിഷ് വാഷ് ആയിരിക്കും. നമ്മൾ അതായത് പാത്രം കഴുകുക, അവിടുത്തെ പാത്രം. നമ്മളൊരു ടീമാണ്. അതായത് പാത്രം കഴുകുന്ന ഒരാൾ പാത്രം കഴുകണം, ബാക്കിയുള്ളവർ ഈ ഫുഡ് കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു സിനിമ തുടങ്ങുമ്പോൾ ഒരു മെസ്സ് വെക്കും. ഏത് സ്ഥലമായിരുന്നാലും, ഇപ്പോൾ എറണാകുളം ആണെങ്കിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആയിരുന്നാലും കമ്പനി ഒരു മെസ്സ് വെക്കും. ആ കമ്പനി മെസ്സ് ടീം വേറെയാണ്. ആ മെസ്സിൽ അവർ ഫുഡ് റെഡിയാക്കി വെക്കും, പാചകം ചെയ്ത് വെക്കും. നമ്മളതിനെ ഓരോരോ പാത്രങ്ങളിലാക്കി, അത് രാവിലെ ആണെങ്കിൽ എല്ലാവരും സെറ്റിലായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ചില ആൾക്കാർ വർക്കില്ലാത്ത ആൾക്കാരുണ്ടാവും. അവർ റൂമിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് റൂമിലോട്ട് എടുക്കും. അത് ചെറിയ ചെറിയ ടിഫിൻ കെയറുകളുണ്ട്. 1-2 ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ്
കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ടിഫൻ കയറികളാക്കി റൂമിലുള്ളവർക്ക് റൂമിൽ കൊടുക്കും. ബാക്കിയെല്ലാം മൊത്തത്തിൽ സെറ്റിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് 2-3 ഇതായിട്ട് ഡിവൈഡ്. നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ, ബ്രേക്ക് സമയമൊന്നും രാവിലെ ഒന്നും ബ്രേക്ക് ഉണ്ടാവില്ല. അപ്പം 2-3 സെക്ഷനാക്കി വെച്ച് അങ്ങനെ കൊടുക്കും എല്ലാവർക്കും. ആദ്യമായിട്ട് വർക്ക് ചെയ്ത സിനിമ ഏതാ, ഓർക്കുന്നുണ്ടോ? ആദ്യം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അഗ്നിസാക്ഷി എന്ന് പറഞ്ഞൊരു സിനിമ ആയിരിക്കും. ലാൽ സാറിന്റെ അഗ്നിസാക്ഷിയല്ല, ശോഭന മേമൊക്കെ അഭിനയിച്ച അഗ്നിസാക്ഷി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് പണ്ട്. ശ്യാമപ്രസാദ് സാറാണ് ഡയറക്ടർ. ആ സിനിമയാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്ത സിനിമയായിട്ട് തോന്നുന്നത്. ഓക്കെ, അവിടുത്തെ അന്നത്തെ ഫുഡ്, അന്ന് വാങ്ങിച്ച സാലറി ഒക്കെ ഓർക്കുന്നുണ്ടോ? അന്നത്തെ സാലറി അന്ന് 75 രൂപയായിരുന്നു. 75 രൂപ ആദ്യം വാങ്ങിച്ച സാലറി മറക്കാൻ പറ്റില്ല. 75 രൂപയായിരുന്നു. ഫുൾ ഡേ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം പെർ ഡേ 75 രൂപ. ഇന്നത്തെ സാലറി ഞങ്ങൾക്ക് എല്ലാവർക്കും 1452. അപ്പൊ എത്ര മടങ്ങ് കൂടിയില്ലേ? ആ കാലത്തെ ഫുഡൊക്കെ ഒന്ന് പറയാം. അന്ന് കൊടുത്തിരുന്ന ഫുഡ് കാര്യങ്ങൾ അന്നും ഇതുപോലെ തന്നെ ഫുഡിന്റെ ഇതിൽ തന്നെയാണ്, ഇങ്ങനത്തെ ഫുഡൊക്കെ തന്നെയാണ്. പിന്നെ അന്ന് ചിക്കനൊക്കെ പിന്നെ സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ തോന്നുന്നു, അങ്ങനെ ഉണ്ട്. പിന്നെ ഇപ്പം എല്ലാ ദിവസവും ഒക്കെ ചിക്കൻ ഉണ്ട്. ശരിക്കും രാജേഷേട്ടൻ ഇതിന്റെ ഒരു ഇപ്പം മെയിൻ ഫുഡിന്റെ കാറ്ററിംഗിന്റെ മെയിൻ ആളാണോ, എന്താണ്? കാറ്ററിംഗിന്റെ അല്ല, ഇപ്പം നമ്മുടെ ഇത് യൂണിയൻ ഉണ്ട്. ഞങ്ങളൊക്കെ വന്ന് കുറച്ച് കാലം കഴിഞ്ഞ ശേഷം നമ്മൾ ഫെപ്ക എന്ന് പറഞ്ഞ സംഘടന ഉണ്ട്. അതിന് മുമ്പ് മാക്ട എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായിരുന്നു. മാക്ട എന്ന് പറഞ്ഞ സംഘടന അത് കുറച്ചു കാലം നിന്നുള്ളൂ, അതങ്ങനെ മാറിയിട്ട് ഫെപ്കയിലോട്ട് ആയി. ആ ഫെപ്ക സംഘടന തുടങ്ങിയപ്പോൾ ഞാനൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇതുപോലെ ശബരിമലയ്ക്ക് മാല ഇട്ടിട്ട് വന്നപ്പോൾ നമ്മുടെ എറണാകുളത്ത് BTH ഹോട്ടലൊരു പൊതുയോഗ പരിപാടി, നമ്മുടെ എല്ലാ ഈ സെക്ഷൻ്റെ. അപ്പം ഞാനവിടെ പോയി, അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് അന്ന് ആൾക്കാരെല്ലാം കൂടെ എന്നെ അന്ന് ഈ സംഘടനയുടെ നമ്മളെ ഫെപ്ക പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് യൂണിയൻ എന്ന് പറയും. അതായത് ഫെപ്ക എന്ന് പറഞ്ഞൊരു ഫെഡറേഷനാണ്. അതിൽ ഇന്ന് 23 സംഘടനകളോ ഉണ്ട്. അതായത് ഞങ്ങളെ സംഘടനയും കൂട്ടി അതിലൊരു അംഗ സംഘടനയാണ് നമ്മുടെ സംഘടന. നമ്മുടെ സംഘടനയുടെ പേര് ഫെപ്ക പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് യൂണിയൻ. അന്ന് ആ സംഘടന പ്രസിഡന്റായിട്ട് എന്നെ തെരഞ്ഞെടുത്തു. ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ ഈ സംസ്ഥാനത്തിലെ ഈ ഫെപ്ക പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് യൂണിയന്റെ സംസ്ഥാനത്തിലെ സെക്രട്ടറിയാണ്. ഏകദേശം എത്ര സിനിമകളിൽ ഫുഡുമായി റിലേറ്റ് ചെയ്തിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? അത് എനിക്ക് കറക്റ്റായിട്ട് ഉണ്ടാകാൻ പറ്റില്ല, പക്ഷെ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ടാവണം. ആണല്ലേ? കൂടുതലും മോഹൻലാൽ സാറിന്റെ സിനിമയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനാണോ? അങ്ങനെ പറയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പേരുണ്ട്, ഒരാളെ പറയാൻ പറ്റില്ല. എന്താ പറ? എനിക്ക് ഏറ്റവും ഇഷ്ടം മമ്മൂട്ടിയും മോഹൻലാൽ സാറിനെയും, മമ്മൂട്ടി സാറിനെയും മോഹൻലാൽ സാറിനെയാണ്. രണ്ടുപേരും ഇഷ്ടമാണ്, ഒരേപോലെ ഇഷ്ടമാണ്. പൊളി. ഇപ്പൊ ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർസിനൊക്കെ സെപ്പറേറ്റ് ഫുഡാണ്, അല്ലാത്തവർക്ക് വേറെ ഫുഡാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നോർമലി നമ്മളൊക്കെ ചിന്തിക്കും, നമ്മൾ കേട്ടൊരു കാര്യമാണ്. അത് ശരിക്കും അങ്ങനെയാണോ? എനിക്ക് ഇത്രയും കാലമായിട്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എല്ലാവർക്കും ഞാൻ പറയാലോ, ഈ അങ്ങനെ അപൂർവം ആൾക്കാർ ഈ കുക്കിനെയൊക്കെ സെപ്പറേറ്റ് വെക്കാറുണ്ട്. അതിപ്പോൾ നമ്മളായിരുന്നാലും ഇപ്പം നമുക്ക് കുറേ ഫുഡ് ഇരിക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ളതല്ലേ കഴിക്കുള്ളൂ. ഇപ്പം സിനിമയിലുള്ള എല്ലാവർക്കും അത്തരത്തിൽ ഒരു മെനു ഉണ്ട്. പക്ഷേ ഇവരൊക്കെ അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഒരു സിനിമ നടക്കുമ്പോൾ ഒരു മെസ്സാണ് വെക്കാറുള്ളത്. ആ മെസ്സിൽ നിന്നാണ് നമ്മൾ എല്ലാവർക്കും ഫുഡ് കൊണ്ടുപോകുന്നത്. കൂടുതൽ നമ്മളെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പടത്തിന് നമ്മൾ പൂനെയിൽ കുറച്ച് ദിവസം ഷൂട്ടുണ്ടായിരുന്നു. അന്ന് ലാൽ സാറ് അവർ പുറത്ത് പോലും ഫുഡ് കഴിക്കില്ല, നമ്മുടെ മെസ്സിലെ ഫുഡാണ് കഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ കാരവാന് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോഴാണ് ആൾക്കാർക്ക് കുറച്ച് കൂടെ ഒരു കൺഫ്യൂഷൻ, അവരെന്തോ വേറെ ഫുഡ് കഴിക്കുന്നതെന്നൊക്കെ. പണ്ടൊക്കെ എല്ലാവരും സെറ്റിൽ വന്ന് ഒരുമിച്ച് തന്നെയാണ് കഴിക്കുന്നത്. അങ്ങനെ അവർക്കൊന്നും രാജു സാർ ഒരു വട്ടം ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ അവരൊക്കെ അത് കുറച്ചുകൂടെ പണ്ടത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അന്നൊക്കെ 10 ലക്ഷം രൂപ കൊടുത്താലും എക്സ്ട്രാ കൊടുത്താലും കുഴപ്പമില്ല, എല്ലാവർക്കും ഒരേപോലത്തെ ഫുഡ് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം, അതൊരു പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ആക്കിയതായിരിക്കും ചിലപ്പോൾ പണ്ട്. അതായത് ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലുള്ള കാര്യം നമുക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇത് ഇപ്പം ഇവര് പ്രൊഡ്യൂസറും കൂടിയാണ്, ചില പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, രാജുവേട്ടനൊക്കെ. അവരെ സെറ്റിലൊക്കെ എല്ലാവർക്കും ഒരേ ഭക്ഷണം. അങ്ങനെ തന്നെയാണ് ഇപ്പം ആരെങ്കിലും മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ ഒരു ഭക്ഷണത്തിന് വേർതിരിവായിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ച്
കഴിച്ചിട്ട് പോലും കേട്ടറിവ് പോലും ഇല്ല. അപ്പൊ സ്റ്റാർസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഇപ്പൊ ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ നോക്കുന്നവരായിരിക്കും. ചില സമയത്ത് ലാൽ സാറൊക്കെ ആണെങ്കിൽ മമ്മൂക്ക ഭയങ്കര ഡയറ്റാണ്. മമ്മൂക്ക ഇടയ്ക്ക് കുക്കിനെ വെക്കാറുണ്ട്. അപ്പോൾ അത് മമ്മൂക്ക എല്ലാ ഭക്ഷണവും കഴിക്കില്ല. അപ്പം ചോറ് കഴിക്കില്ല, അത് ആവശ്യത്തിനുള്ള ഭക്ഷണം അത് മാത്രം ഉണ്ടാക്കാം. ലാൽ സാറ് മെസ്സിലെ ഭക്ഷണമാണെങ്കിലും മെസ്സിൽ പറയും. ചില സമയങ്ങളിൽ ലാൽ സാറ് പക്ക ഡയറ്റ് ആണെങ്കിൽ ഈ പാൽക്കഞ്ഞി 3 നേരം പാൽക്കഞ്ഞി മാത്രം കഴിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് ചില സമയത്ത്. അല്ല, നമുക്ക് നമ്മളല്ല ഉണ്ടാക്കുന്നത്, മെസ്സിലാണ് ഉണ്ടാക്കുന്നത്. മെസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സിന്റെ കാര്യം പറയാതെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്ന മെസ്സ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും എനിക്ക് ഭയങ്കര സന്തോഷം ജോലിയായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നാലും മോഹൻ ചേട്ടനുണ്ട്. മോഹൻ ചേട്ടൻ ട്രിവാൻഡ്രത്തുള്ളതാണ്. അദ്ദേഹമാണ് കൂടുതലും ഇപ്പോഴും ഞങ്ങൾ വന്നതിന് ശേഷം കുറേ കാലമായിട്ട് വലിയ വലിയ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒറ്റക്കൊമ്പൻ, എമ്പുരാൻ, ലൂസിഫർ, അങ്ങനെയുള്ള വലിയ വലിയ പടങ്ങൾക്ക് ആളിന് ഭയങ്കര ഹാപ്പിയാണ്. എത്ര ഫുഡ് കൊടുത്താലും മതിയാവില്ല, എല്ലാവർക്കും ഒരേപോലെ ഫുഡ് കൊടുക്കും. അപ്പം ഞങ്ങൾക്കും സന്തോഷം, എല്ലാവരും ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് പോകണം ഭക്ഷണം കഴിച്ച്. അങ്ങനെ മോഹൻ ചേട്ടനുണ്ട്. പിന്നെ കുറെ ആൾക്കാരുണ്ട്. ജാഫർക്ക എന്ന് പറഞ്ഞ ആളുണ്ട്. പിന്നെ ലെനീഷ് ചേട്ടനുണ്ട്. മമ്മൂക്കര പേഴ്സണൽ കുക്കായിരുന്നു ഈ ലെനീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ. പുള്ളി എന്നിട്ട് സെപ്പറേറ്റ് മെസ്സ് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമയുടെ ഇതിന് വേണ്ടിയിട്ടാണ്. മെസ്സ് എന്ന് പറഞ്ഞാൽ അവരൊരു ടീമേ നമ്മളെ സിനിമയിൽ നടക്കുള്ളൂ. സിനിമയിൽ നമുക്ക് വേറെ ഹോട്ടലിൽ നിന്ന് പോയി ഭക്ഷണം എടുത്താലും അത് നടക്കില്ല. എല്ലാവർക്കും ഒരേപോലെ വേണമല്ലോ. അപ്പൊ ആരാ ഈ മെനു ഒക്കെ ഒരു ഷൂട്ടിംഗ് സെറ്റ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലെ ഒരു മെനു ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കണം ആരാണ്? മെനു എന്ന് പറഞ്ഞാൽ ഈ മെസ്സുകാർ ഇപ്പൊ നിരന്തരം ചെയ്ത് ഇപ്പൊ ഒരു മെനു അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ രാവിലെ ഒരു 3 ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. അതായത് ഇപ്പൊ ആൾക്കാർക്ക് ചോയ്സ് വേണമല്ലോ. അതായത് ഇപ്പൊ ഇഡ്ഡലി, പൂരി, ഉപ്മാവ്, അത് ചിലപ്പോൾ റവ ഉപ്മാവായിരിക്കും. പിന്നെ അടുത്ത ദിവസം വന്നിട്ട് പുട്ട്, കടലക്കറി, വേറൊരു പുട്ടിന് പേര് അപ്പം. ഈ ഉപ്മാവ് കമ്പൽസറി ഉണ്ടാവും. ഉപ്മാവ് മാറി വരും, റാഗി ഉപ്മാവ് വരും, ചില സമയത്ത് നൂഡിൽസ് വരും. അങ്ങനെ ഓരോ കുറേ ദിവസം ഒരു ഷെഡ്യൂളൊക്കെ ചിലപ്പോൾ 100 ദിവസം അങ്ങനെയൊക്കെ പോകുന്ന പടത്തിനൊക്കെ ആൾക്കാർ ഇങ്ങനെ ഒരു 10-30 ദിവസമൊക്കെ ആകുമ്പോൾ ഫുഡ് മടുക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചേഞ്ചുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർമാർ പറയും, നമ്മളതിൻ്റെ കൺട്രോളർമാർ ഇടപെടും, മാനേജ്മെൻറ്റ് നമ്മളും ഇടപെടും. ഞങ്ങളും അവരുമായിട്ടൊക്കെ വഴക്കൊക്കെ കൂടും, നല്ല രസമാണ്. പിണക്കൊക്കെ കൂടിയിട്ടുണ്ട്. ഞാൻ ദേഷ്യപ്പെട്ടൊക്കെ പറയും, ഫുഡ് ശരിയായില്ലെങ്കിൽ നമ്മൾ പറയും. ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കോംപ്രമൈസ് ഇല്ല. മിക്കവാറും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെ ഈ ടീമിന് ഞങ്ങളെ യൂണിയൻ തന്നെ ഒരു 460ഓളം മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ ഒരു 100-നടുത്ത് ക്രൂ ഉള്ള ഒരു സിനിമയിൽ 8 പേര് അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. 8 പേര് ഈ പറഞ്ഞ ഫുഡ് സപ്ലൈ ചെയ്യാനും. ഫുഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. ഇത് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കണം. കാരണം ഇത് നമ്മളിപ്പോൾ നൈറ്റ് ഫുഡ് കൊടുക്കുമല്ലോ. ഇന്നിപ്പോൾ നൈറ്റ് ഫുഡ് കൊടുത്ത് ഈ പാത്രങ്ങളാണ് നാളെ കളക്ട് ചെയ്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ എടുക്കുകയാണ്. അപ്പോൾ നൈറ്റ് എല്ലാവർക്കും റൂമിലായിരിക്കും ഭക്ഷണം മിക്കവാറും. അപ്പോൾ ഞങ്ങളൊരു 3-3:30 മണിക്ക് ഞങ്ങൾ വെളുപ്പിനെണീക്കും. വെളുപ്പിനെണീറ്റ് ഞങ്ങൾ ഒരു 4 പേര് ഇത് പറക്കാനായിട്ട് 4-5 പേര് വണ്ടികളിൽ പോയിട്ട് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തായിരിക്കുമല്ലോ. ഇപ്പോൾ എറണാകുളമാണെങ്കിൽ 8-9 ഹോട്ടൽ, 5-6 ഹോട്ടലിലായിരിക്കും. നമ്മളെ താമസിക്കുന്നിടത്ത് നിന്ന് വണ്ടി എടുത്ത് പോയി ഈ ഹോട്ടൽസ് എല്ലാം പോയി ഇതെല്ലാം കെയർ ചെയ്യും. വെളുപ്പിന് കെയർ ചെയ്ത് കൊണ്ടുവന്ന് അതെല്ലാം വാഷ് ചെയ്തെടുത്ത് പിന്നെ തുടയ്ക്കണം. തുടച്ച് ക്ലീനാക്കി തുടച്ചെടുത്തിട്ട് അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാവും. അപ്പോൾ ഞങ്ങൾ നേരത്തെ പണ്ട് ഒരു 10 വർഷം മുന്നേയൊക്കെ രാവിലെ ബെഡ് കോഫി കൊടുക്കണമായിരുന്നു. രാവിലെ ഒരു 4 മണിക്ക് അവർക്ക് 4-5 മണിക്ക് അവർ ഒരു പ്രോഗ്രാം തരും. പ്രോഗ്രാമിനനുസരിച്ച് 6 മണിക്ക് ലൊക്കേഷനിൽ തുടങ്ങി 5 മണിക്ക് എല്ലാ റൂമിലും നോക്ക് ചെയ്തിട്ട് അവർക്ക് ബെഡ് കോഫി കൊടുക്കണ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ എണീക്കണമായിരുന്നു. കുറച്ചുകൂടെ നമുക്ക് ഉറക്കമേ കാണില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ അങ്ങനത്തെ ബെഡ് കോഫി ഇതൊന്നുമില്ല. ഇപ്പോൾ ചെന്നൈയിൽ, ബോംബെയിലൊക്കെ അത് ഇപ്പോഴും നിലനിൽക്കുന്നു തോന്നുന്നു. നമ്മുടെ കേരളത്തിലില്ല. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ 2 പേര് അതിൽ ഈ 8 പേര് അടങ്ങുന്ന ഒരു ക്രൂ ആണ് ഒരു പടത്തിൽ. അപ്പോൾ അതിൽ 2 പേര് ഈ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനും അത് തുടയ്ക്കാനും ഇതിനൊക്കെ. ഒരാൾ ഇതൊക്കെ പാക്ക് ചെയ്യുക, ഒരാൾ ചീഫ് എന്ന് പറഞ്ഞു കാണും. നമ്മളൊരു സെറ്റിൽ ഇപ്പം 5 സ്റ്റാർ ഹോട്ടലിലുള്ള ഫെസിലിറ്റീസ് എല്ലാ സാധനങ്ങളും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ എന്തൊക്കെ ഉണ്ടാവും അത്രയും നമ്മുടെ സെറ്റിൽ തന്നെ ഉണ്ടാവും. പക്ഷെ ഇത് ആർക്കും അറിയില്ല. കാരണം ഇവർ ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഷൂട്ട്? ഇവർ ചായ, കാപ്പി, അങ്ങനെ കോഫി, അങ്ങനെ ബിസ്ക്കറ്റ്, ഇങ്ങനെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ജ്യൂസസ് കഴിക്കുന്നുണ്ട്. ഇതൊന്നും ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിലാണ്. ഷൂട്ട് നടക്കുമ്പോൾ ഈ ക്യാമറ റോളിംഗ് സമയത്തൂടെ തന്നെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത് പുറത്ത്
ആർക്കും അറിയില്ല. കാണുന്നില്ല. എല്ലാവരും ഇത് കഴിക്കണം. കാരണം ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക ബ്രേക്ക് ഒന്നുമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ബ്രേക്ക് അത് ഉണ്ടാവില്ല. അത് അതിനും ഈ ഇടയ്ക്ക് വന്ന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കഴിച്ചിട്ട് പോയി ഷൂട്ട് തുടങ്ങും. ഉച്ചയ്ക്കാണ് പ്രോപ്പറായിട്ട് പല സെറ്റുകളിലും ഷൂട്ട് സീൻ തീർന്നില്ലെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കും. അല്ലാതെ ഇപ്പം നടക്കുന്ന സിനിമകളിലൊക്കെ മിക്കവാറും ഡയറക്ടർമാർ കറക്റ്റ് 1 മണിക്കൂർ ബ്രേക്ക് പറയും. ബ്രേക്ക് ആ ഉച്ചയ്ക്ക് മാത്രം ബ്രേക്ക് ഉള്ളൂ. ഞങ്ങൾക്ക് ഈ സമയത്തും പണിയുണ്ട്. ബ്രേക്ക് സമയത്താണ് ഞങ്ങൾക്ക് പണി കൂടുതൽ. നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണമല്ലോ. ഈ ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ ബിസ്ക്കറ്റ് ജ്യൂസൊക്കെ ഞാനൊക്കെ ഷോർട്ട് സമയത്തൊക്കെ ക്യാമറയിലൊക്കെ ചാടിയിട്ടുണ്ട്. ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ ഇടയ്ക്ക് ചാടിയിട്ടുണ്ട്. ആ ജോഷി സാറിൻ്റെ പടത്തിലൊക്കെ ക്യാമറ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ചിലപ്പോൾ സീൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആർക്കെങ്കിലും ചായ ബിസ്ക്കറ്റോ വെള്ളമോ കൊണ്ട് ഇങ്ങനെ ചാടും. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ വിളിക്കുന്നത് ഞങ്ങൾ ഓടിക്കളയും. കട്ടെന്ന് പറഞ്ഞാൽ അവര് അവിടുന്ന് നല്ല ഇത് കിട്ടും. അല്ല ചില സീനൊക്കെ അല്ലേ നല്ല സീനൊക്കെ വന്ന് അവര് ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ കുറെ ടേക്ക് എടുത്ത് ശരിയാവാതിരിക്കണം നമ്മൾ വരുമ്പോഴായിരിക്കും അങ്ങനെ അപ്പോൾ ഒന്ന് നമ്മൾ ചാടി കൊടുക്കുമ്പോഴേക്കും അത് പോയില്ലേ, പിന്നെ അത് എടുക്കണ്ടേ, ഭയങ്കര പാടല്ലേ. അപ്പം എന്നാൽ നമുക്ക് കൊടുക്കുകയും വേണം ഇതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെയൊക്കെ ആണ് ലൊക്കേഷനിലെ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ജ്യൂസിനെ പറ്റി ഇപ്പോൾ ജ്യൂസ് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് മാക്സിമം, കാരണം ഇത്രയും ആൾക്കാർ ഇപ്പോൾ 1000-2000 പേരൊക്കെ വരുന്നിടത്ത് അതെങ്ങനെയാണ് നിങ്ങളത് അങ്ങനെ ക്രൗഡൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുന്നത് നമുക്ക് നടക്കാത്ത കാര്യമാണ്. അത് കാരണം ഒന്നാമത്തെ കാര്യം അത്രയും ജ്യൂസ് അടിക്കാനുള്ള ഫെസിലിറ്റീസ് നമ്മളിൽ ഉണ്ടാവില്ല. ഈ നമ്മൾ സാധാരണ 100 പേരൊക്കെ ഉള്ളിടത്താണെങ്കിൽ നമ്മൾ മിക്സി വെച്ചിട്ട് മാനേജ് ചെയ്യും. മറ്റേതിങ്ങനെ ഒരുപാട് ക്രൗഡ് വരുന്ന സമയത്ത് ഇപ്പം ഞങ്ങൾ വലിയ മാംഗോ പൾപ്പ് ഉണ്ടല്ലോ, മാംഗോ പൾപ്പ് നല്ല ഐസ് ഇതൊക്കെ വാങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് മിൽക്ക് മെയ്ഡൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും വലിയ ചെമ്പിൽ കലക്കും. അന്ന് നമ്മൾ ബാക്കിയുള്ളവർക്കുള്ള ജ്യൂസൊക്കെ കട്ട് ചെയ്യും. എന്നിട്ട് മൊത്തം ഇതാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ സ്ഥിരമായിട്ട് വേറെ ചായ കോഫിയൊക്കെ കുടിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കത് കൊടുത്ത് അന്ന് ഈ ക്രൗഡൊക്കെ വരുമ്പോൾ നമ്മളെ സെറ്റിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളെ അടുത്ത് സഹകരിക്കുന്നത്. നമ്മളെ അടുത്ത് ഇത് മാനേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം നമ്മൾ 10 അല്ല ഒരു 2000, 2500, 3000 ആൾക്കാർ വരുമ്പോൾ ഞങ്ങളെ കൂടെയുള്ള മറ്റുള്ള സഹപ്രവർത്തകർ, നമ്മളെ ഡ്രൈവേഴ്സ്, നമ്മൾ ലൈറ്റിലെ ചേട്ടന്മാർ, ആർട്ടിലെ എല്ലാം അങ്ങനെ കുറേ സെക്ഷൻ ഉണ്ടല്ലോ, അവരെല്ലാവരും ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ചെയ്താലേ നമുക്കത് വർക്കൗട്ടായി പോകാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാവരുടെ അടുത്തും നമ്മളിപ്പോൾ പല മൂഡിലാണ് നിൽക്കുന്നത്. എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹമായിട്ട് നമ്മളെ പ്രശ്നങ്ങളായിരുന്നാലും നമ്മൾ എല്ലാവരുടെ സ്നേഹമായിട്ട് പെരുമാറണം. കാരണം ഇത്രയും നമ്മളൊരു സെറ്റിൽ പോയാൽ 10-100 ദിവസം ഇങ്ങനെ ഇപ്പം ഈ ഉണ്ണി സാറിൻ്റെ പടം തന്നെ ഇപ്പം തുടങ്ങിയിട്ട് 2 മാസമായി. അപ്പോൾ ഒരേപോലെ ഈ 60 ദിവസം നിങ്ങൾക്കൊക്കെ ബ്രേക്ക് ഉണ്ടല്ലോ, സൺഡേസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഹോളിഡേയ്സൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ സിനിമയ്ക്ക് ഇതൊന്നും കിട്ടില്ല. ഇങ്ങനെ നിരന്തരം ഈ ജോലി തന്നെ ഇങ്ങനെ ചെയ്തു. നമ്മളെ ജോലി മറ്റുള്ളവരും അങ്ങനെ തന്നെയാണ്. എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അവരുടെയൊക്കെ ജോലി നമ്മളെക്കാളും ഭയങ്കര പ്രയാസമാണ്. എത്ര പേരുണ്ടാവും ഒരു ഷൂട്ടിംഗ് സെറ്റിൽ? എത്ര ആൾക്കാരുണ്ടാവും ഈ ഫുഡ് സപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ? കുക്ക് ചെയ്യാൻ മെസ്സിലൊക്കെ ഒരു 100 ആളുള്ള പടത്തിന് ഒരു 5-6 പേരുണ്ട്. അവരുടെ പാത്രങ്ങളുമുണ്ട്. അവരും അങ്ങനെയാണ്. അവർക്ക് വാഷിങ്ങിനുള്ള ആൾക്കാരുണ്ട് ഒരാൾ. പിന്നെ അവർ അവരിങ്ങനെ തിരിച്ചിരിക്കും. ഈ ഗ്രൈൻഡറിൽ മാവരയ്ക്കുന്നത്, ചമ്മന്തി അരയ്ക്കുന്നത്, അങ്ങനെ ഒരു സെക്ഷൻ. പിന്നെ കട്ടിങ്ങിന് ഒരാൾ കാണും. പിന്നെ മെയിൻ കുക്ക് ഒരാൾ കാണും. പിന്നെ ടിഫൻ മാസ്റ്റർ എന്ന് പറഞ്ഞു. ടിഫൻ മാസ്റ്റർ എന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇപ്പോൾ ഇഡ്ഡലി ഇതൊക്കെ ഉണ്ടാക്കുന്ന, പുട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്ന അത് ടിഫൻ മാസ്റ്ററാണ്. അദ്ദേഹത്തിന് ഈവനിങ്ങിൽ ഒരു സ്നാക്സ് ഉണ്ട്. നമുക്ക് ഒരു 5-6 മണിയാകുമ്പോൾ ഈവനിങ്ങിൽ വിത്ത് ടീ സ്നാക്സ് അങ്ങനെ. പിന്നെ അതിൻ്റെ ഒരു ചീഫ് കാണും. ഞങ്ങളത് അതുപോലെ ഒരു 8 പേരടങ്ങുന്ന ഒരു ക്രൂ ആണ്. ഒരു 100 പേരുള്ള പടത്തിനാണെങ്കിൽ ഒരു 8 പേരടങ്ങും. അതിൻ്റെ ഒരു ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ചീഫായിട്ട് പോകും. എനിക്ക് ആ ചീഫായിട്ട് കിട്ടിയില്ലെങ്കിൽ അസിസ്റ്റൻ്റായിട്ട് പോകും. അപ്പം ചീഫ്, പിന്നെ ഫുഡ് പാക്ക് ചെയ്യുന്ന ഒരാൾ, അയാളെ റൂം സെറ്റപ്പ് എന്ന് പറയുന്നത്, റൂമിലൊക്കെ സർവീസ് ചെയ്യുന്ന റൂം സെറ്റപ്പ്. പിന്നെ ഒരു ലൊക്കേഷനിൽ ജ്യൂസ്, ചായ അങ്ങനെ ഇടുന്ന ഒരാളുണ്ട്. അത് ടീ മാസ്റ്റർ എന്നാണ് പറയുന്നത്. ടീ മാസ്റ്റർ അദ്ദേഹമാണ് ഈ കംപ്ലീറ്റ് ജ്യൂസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് സർവ് ചെയ്യാൻ വേണ്ടി 3 പേര് ലൊക്കേഷനിലുണ്ടാവും. അവരാണ് ഈ വെള്ളവും കാര്യങ്ങളും. അവരാക്കുമ്പം മേഡം ഇപ്പം അഭിനയിക്കാൻ വന്ന് മേഡം പറയാം എനിക്കൊരു കോഫി കിട്ടിയെന്ന് പറഞ്ഞാൽ ഉടനെ അവർ ഓടിപ്പോയി അവിടെ പോയി മാസ്റ്റർ അടുത്ത് പറഞ്ഞ് ഉണ്ടാക്കിച്ച്. ഇപ്പം ഷൂട്ട് നടക്കുന്ന അവിടെയാണെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും നമ്മുടെ സെറ്റപ്പൊക്കെ ആയിരിക്കും. അവിടെ നിന്ന് പോയി എടുത്തിട്ട് വന്ന് പിന്നെ ഇപ്പോൾ പെട്ടെന്ന് മേഡത്തിന് എനിക്ക് ഒരു തലവേദനയാണ്, എന്തെങ്കിലും മെഡിസിനൊക്കെ നമ്മളിൽ അതും കാണും, അതും ഉണ്ടാവും. പിന്നെ ഒരാൾ വന്നിട്ട് പിന്നെ ചിലപ്പോൾ ഗസ്റ്റ് അൺഎക്സ്പെക്റ്റായിട്ട് ഗസ്റ്റ് വരുമല്ലോ, അപ്പോൾ അവർ ഒരു 2 ജ്യൂസ് കൊടുക്കുക. നമ്മളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ലൈം ജ്യൂസ് വേണമെങ്കിൽ ലൈം ജ്യൂസ്, സോഡ വേണമെങ്കിൽ സോഡ, എല്ലാവിധ സംവിധാനങ്ങളും എല്ലാം അവിടെ കരിക്കുണ്ടായിരിക്കും. അതുപോലെ ഇപ്പം ലോങ് പ്ലേസിൽ, അതായത് ഒത്തിരി ദൂരെയുള്ള ഒരു ഷൂട്ട് നടക്കുകയാണ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാട്ടിലൊരു ഷൂട്ട് നടക്കുകയാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഈ ഫുഡ് സപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ എവിടെയാണ് കുക്ക് ചെയ്യുന്നത്? ഇപ്പോൾ എറണാകുളമാണ് നമ്മളിപ്പോൾ മൊത്തത്തിൽ ഒരു ജില്ലാ ബേസിലാണല്ലോ നമ്മൾ ഈ ഫുഡ് വെക്കുന്ന സൗകര്യം മാത്രമായിരിക്കില്ല നോക്കണം, ആൾക്കാരുടെ അക്കോമഡേഷൻ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എറണാകുളമാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് എവിടെയാണ് കാട് എന്നുള്ളത്
അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ലൊക്കേഷൻ രാത്രി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ അറിയാം. നമ്മൾ ഫുഡ് ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഫുഡ് മെസ്സ് നമ്മളൊരിടത്ത് ഫിക്സഡ് ആയിരിക്കും. ഇപ്പോൾ 30 ദിവസം ഇവിടെ ഷൂട്ട് ആണെങ്കിൽ 30 ദിവസം ഇവിടെ തന്നെ ആയിരിക്കും. ഉദാഹരണം നമ്മൾ പാലക്കാട് ലൊക്കേഷൻ, അവിടെ ലൊക്കേഷൻ എന്ന് പറയും. അപ്പോൾ അവിടെ കാട് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഇപ്പോൾ ധോണി ഫോറസ്റ്റ് പോകും. അപ്പോൾ ആ ധോണി ഫോറസ്റ്റ് പോകുമ്പോൾ ഈ ആൾക്കാരെല്ലാം രാവിലെ ഈ പാലക്കാട് നിന്നേ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ മെസ്സ് അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ അവിടെ നിന്ന് നമുക്ക് വണ്ടിയുണ്ട് ഫുഡ് കൊണ്ടുപോകുന്നത്. നമുക്ക് കമ്പനി വണ്ടി വെച്ചിരിക്കുന്നതാണ്. ആ വണ്ടിയിൽ തന്നെ നമ്മൾ ഫുഡ് കൊണ്ടുപോകും. കാട്ടിലായാലും എവിടെയായാലും ഫുഡ് അത്യാവശ്യമാണല്ലോ. വെള്ളവും ഇതൊക്കെ നമ്മൾ ആദ്യം ഒരു സെറ്റപ്പ് ഈ നമ്മുടെ പ്രൊഡക്ഷൻ വാനിനകത്ത് അവിടെ ലൊക്കേഷനിൽ നമ്മൾ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ സാമഗ്രികളും നമ്മളുണ്ടാവും. ഇപ്പോൾ ഈവൻ ഈ അടുത്ത കാലത്തായിട്ട് ടെൻറ്റ് വരെ ഉണ്ട്. നമ്മൾ നേരത്തെയൊക്കെ ടാർപ്പാളം അതൊക്കെ കെട്ടിയാണ് നമ്മൾ ഫുഡൊക്കെ കൊടുത്തത്. ഇപ്പോൾ ടെൻറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വണ്ടിയിലാണ് കയറ്റി പോകുന്നത്. അവിടെ പോയി രാവിലെ ഞങ്ങൾ എല്ലാവരും എത്തുന്നതിനും ആദ്യം ഞങ്ങൾ എത്തണം. അവിടെ എത്തിയിട്ട് ഞങ്ങൾ അതെല്ലാം സെറ്റ് ടെൻറ്റ്. അപ്പോൾ ഞങ്ങളുടെ ഒരു നമ്മൾ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ ഒരു മാനേജർ ഞങ്ങൾക്ക് സാധനങ്ങൾ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ പുള്ളി അവിടെ കണ്ടെത്തിയിരിക്കും. അപ്പോൾ ഞങ്ങൾ മാനേജറെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ മാനേജർ പറഞ്ഞുതരും ഇവിടെ നിങ്ങൾ ചായ സെറ്റപ്പ് അല്ല ഇവിടെ വെക്കുന്നത്, അവിടെ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞുതരും. അവിടെ നമ്മൾ ഈ ടെൻറ്റൊക്കെ കൊണ്ടുവച്ച്, കാരണം ക്യാമറ ആംഗിൾ വരാത്ത സ്ഥലം നോക്കി അങ്ങനെ വെക്കണം. ചിലപ്പോൾ അവിടെയും ഫീൽഡ് വരും, അപ്പോഴും ഞങ്ങളെടുത്ത് അത് മാറ്റി കൊടുക്കണം വേറെ സ്ഥലത്തോട്ട്. ഇപ്പോൾ 30 വർഷമായിട്ട് രാജേഷ് ചേട്ടൻ ഈ ഫീൽഡിലുള്ള ആളാണ്. പ്രത്യേകിച്ച് ഫുഡ് എന്ന് പറയുന്ന വലിയൊരു മേഖലയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജോലി. ഞാൻ ഞാൻ പറഞ്ഞില്ല 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു. അപ്പോൾ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. അമ്മ എല്ലായിടത്തും പറയും ഇങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ വർക്കിലാണ് പോകുന്നത്, എന്ത് ജോലിയാണെന്ന് അറിയില്ല. അപ്പോൾ കഴിഞ്ഞ കൊറോണ സമയത്ത് അമ്മ സുഖമില്ലാണ്ടായി. അപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ ഞാനാണ് ഇരുന്നത് മൊത്തം. അന്ന് ഈ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് ബൈസ്റ്റാൻഡർ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഒരാളെ ഇരുത്തത്തുള്ളൂ. അപ്പോൾ ട്രിവാൻഡ്രത്ത് കോസ്മോ ഹോസ്പിറ്റൽ. അപ്പോൾ ഇങ്ങനെ അമ്മയെ വെന്റിലേറ്ററായിരുന്നു ഏകദേശം 1 മാസത്തോളം. അത് കഴിഞ്ഞ് ട്രക്കോസ്റ്റമൊക്കെ ചെയ്ത് റൂമിലോട്ടൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ മാത്രമേ ഇരിക്കുള്ളൂ, വേറെ ആരും വരാനും പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അമ്മയെ ഞാനായിട്ട് നല്ല സംസാരിക്കും. അപ്പോൾ അമ്മ ചോദിച്ചു നീ എന്ത് ജോലിയാണ് ചെയ്യണത്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫുഡ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന പണിയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു നല്ല പണിയാണ്, വിട്ടുകളയില്ലേ. നിനക്ക് പണ്ട് ഭക്ഷണങ്ങളില്ലായിരുന്നു. എനിക്ക് കൊച്ചിലെ ഭക്ഷണം കുറവായിരുന്നു, ഭക്ഷണമൊന്നും ഇല്ല. എനിക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം നമ്മളൊക്കെ ഭക്ഷണം ഇല്ലാതല്ലേ വളർന്നത്. അപ്പം ഞാൻ അന്ന് ഇങ്ങനെ ആയിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം സിനിമ പ്രൊഡ്യൂസർമാരെ ഫുഡാണ്, സിനിമയിലെ ഫുഡാണ്, എൻ്റെ ചോറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജോലി. എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം വേറെ സംഭവം ഇല്ലല്ലോ. ഇപ്പോൾ ക്രൗഡ് വരുമ്പോൾ ചിലവർക്ക് മടിയാണ്, ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കും. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റിന് ഫുഡ് കൊടുക്കാനേ പോകുള്ളൂ. ഇപ്പോഴും ഇതെല്ലാം എനിക്ക് എല്ലാവർക്കും കൊടുക്കണം ഇഷ്ടം പോലെ. ഓക്കെ, ഞാൻ കുറച്ച് പേരുടെ പേര് പറയാം, അവരുടെ ഫേവറേറ്റ് ഫുഡ് പറയാം, അവരുമായിട്ടുള്ള എന്തെങ്കിലും ഒരു നല്ല മൊമെന്റ്സ് അല്ലെങ്കിൽ നല്ലൊരു മെമ്മറി ഉണ്ടെങ്കിൽ അറിയാവുന്ന രീതിയിലാണ്. അറിയാവുന്ന ഫുഡ്. ലാലേട്ടൻ, നമ്മുടെ ലാലേട്ടൻ സാറ് എല്ലാ ഫുഡും കഴിക്കും. നല്ലൊരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പടത്തിന് ചേച്ചി എല്ലാം വരുമെന്നില്ല, കുറേ മൊമെന്റ് ഉണ്ട്. കാരണം കുറേ പടം സാറുമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ സാറിന് 1-2 പ്രാവശ്യം സാറിൻ്റെ കൂടെ നിൽക്കുന്നൊരു ഫുഡ് കൊടുക്കാൻ പോകും. നമ്മൾ ഫുഡ് അവർക്കൊക്കെ കൊടുക്കുന്നതന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇത് ഭയങ്കര എത്രയോ പേര് അടുത്തുനിന്ന് കാണാൻ കൊതിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലല്ലേ, ഭയങ്കര രസം, ഭയങ്കര സന്തോഷമല്ലേ. അപ്പം ഇപ്പോൾ സാറ് നൈറ്റ് ഫുഡ് സാറിന് റൂമിൽ വെക്കാറാണ് പതിവ്. അപ്പോൾ ഒരു ദിവസം പറഞ്ഞ് മോനെ ഇന്ന് ചേച്ചിയൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ഫുഡ് എന്തെങ്കിലുമൊക്കെ. അപ്പം ഞാൻ മെസ്സിൽ പറഞ്ഞു ഇങ്ങനെ ചേച്ചി വരുന്നുണ്ട്, സാറിൻ്റെ ഫാമിലി വരുന്നുണ്ട്, നമുക്ക് ഫുഡ്. അപ്പോൾ ഞാൻ എല്ലാം ആ മെസ്സിലെ ചേട്ടൻ്റെ മോനേട്ടൻ വന്ന് എല്ലാം കുറേ ഐറ്റംസൊക്കെ അടിച്ചു തന്നു. നമ്മളെ കഞ്ഞി സാധനങ്ങളും, കഞ്ഞി, പയറ്, ചമ്മന്തി, ഉണക്കമീൻ, ബാക്കി അരിയുടെ ഭക്ഷണങ്ങൾ, ചപ്പാത്തി, പുട്ട്, ഇങ്ങനെ ബീഫ്, ചിക്കൻ, മട്ടൺ, ഇതൊക്കെ ഉണ്ടാക്കി തന്നു. അന്നും അവരൊക്കെ വരുന്നു, സാറിൻ്റെ ഫാമിലി വരുന്നു. പിന്നെ ഫാമിലി അവരെ വേറെ ഫാമിലി ഉണ്ട്. ഫാമിലി വെച്ചാൽ അവരെ ഫ്രണ്ട്സും ഫാമിലി എന്ന് പറയുമ്പം ചേച്ചിയും എല്ലാ സാറും മാത്രമല്ല അവരെ കുടുംബത്തിലുള്ള അങ്ങനെ ഫ്രണ്ട്സ് ആരും ഒക്കെ വന്നു. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ വന്ന് സാറ് താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അവിടുത്തെ ബൊഫയൊക്കെ ഞാൻ എടുത്തു, എല്ലാം ഇങ്ങനെ അടുക്കിങ്ങനെ നിരത്തി വെച്ചു. സാറിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ സന്തോഷമായിട്ട് നമുക്ക് ഞാൻ സാറേ ഒരു സ്റ്റിൽ എടുക്കണം. നമ്മൾ ഒരുപാട് പടം എപ്പോഴും പോയി സ്റ്റിൽ എടുക്കൂല, കാരണം നമുക്ക് അവരെ തിരക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ സാർ എന്നെ ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ നിൻ്റെ വയറൊക്കെ ഇങ്ങനെ കാണട്ടെ. അപ്പോൾ ഞാനവിടെ അത് ഇവിടെ ആയിരുന്നു, നമ്മൾ വണ്ടിപ്പെരിയാറായിരുന്നു. ഭയങ്കര തണുത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ ജാക്കറ്റ് എൻ്റെ സെറ്റർ ഇങ്ങനെ സാറ് ഊരിയിട്ട് എന്നെ പിടിച്ച് ചേച്ചി ഞാനും സാറുമായിട്ടൊരു ഫോട്ടോ എടുത്ത് അങ്ങനെ പോയി. പിന്നെ സാറ് നമ്മളെ കണ്ടില്ലെങ്കിൽ, ഒരു പ്രാവശ്യം കണ്ടില്ലെങ്കിൽ ചോദിക്കും. പിന്നെ ഈ മലക്കോട്ടെ ബാലിബൻ എന്ന് പറഞ്ഞ പടത്തിന് അവിടെ ഷൂട്ടിന് പോയപ്പോഴേ ഞാൻ തടിയൊക്കെ കൂടിയോണ്ട് ഞാനും വിചാരിച്ച് കുറച്ച് ജിമ്മിലൊക്കെ പോയി തടി കുറയ്ക്കും. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ബാക്കിലാണ് ഈ ജിമ്മുള്ളത്. അപ്പോൾ ഞാൻ അവിടെ പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ലാൽ സാറ് വർക്കൗട്ട് ചെയ്യാൻ വന്നു അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ കുഴപ്പമാവോ. അപ്പം സാറ് പിന്നെ എന്നെ കണ്ടിട്ട് ചോദിച്ചു നീ വർക്കൗട്ട് ചെയ്യുമോ? എപ്പോഴും വർക്കൗട്ട് ചെയ്യണം കേട്ടോ, സമയം കിട്ടുമ്പോൾ നല്ലതാണ്.
കേട്ടോ ഇന്ന് പോയില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മൾ വിചാരിക്കും വേറൊരു കാര്യം ഒരു രീതിയിലാണ്. അല്ല ഇത്രയും വലിയൊരാള് നമ്മുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ അല്ല പറയുമ്പോൾ പുള്ളി ഒന്ന് ഭയങ്കര സ്നേഹം. നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ അമ്മയുടെ കാര്യമൊക്കെ ചോദിക്കും. ഓക്കെ ഓക്കെ. മഞ്ജു വാര്യർ. മഞ്ജു ചേച്ചി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ അടുത്ത് മഞ്ജു ചേച്ചിയുടെ പടം വർക്ക് ചെയ്തിട്ട് കുറച്ച് കാലമായി. പക്ഷെ ഇപ്പൊ വെജിറ്റേറിയൻ ആണെന്നാ തോന്നുന്നത്. ഇപ്പൊ കുറച്ച് ഡയറ്റ് ഫുഡൊക്കെയാണ്. ഓ ശരി ശരി ശരി. ഓക്കെ കുഴപ്പമില്ല. മമ്മൂക്കയ്ക്ക് ഏറ്റവും നമ്മൾ അങ്ങനെ അധികം ഭക്ഷണം മമ്മൂക്കയ്ക്ക് സർവ് ചെയ്തിട്ടില്ല. പണ്ട് കാലത്തൊക്കെ സർവ് ചെയ്തിട്ടുള്ളൂ. മമ്മൂക്കയ്ക്ക് കൂടുതൽ പ്രിയ ഫിഷ് ആണെന്ന് തോന്നുന്നു. ഫിഷ് ആണ്. ഓക്കെ കറക്റ്റ് അല്ല കേട്ടോ. ഫിഷാണ് മമ്മൂക്കിന്റെ ഫേവറേറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നു. ചെറിയ ഫിഷുകൾ, ചെറിയ ഫിഷുകൾ, വലിയ ഫിഷ് അല്ല, ചെറിയ. മമ്മൂക്കയായിട്ട് വർക്ക് ചെയ്തപ്പോ ഫുഡ് ആ ഒരു റിലേഷൻ എങ്ങനെയായിരുന്നു? അതായത് നമ്മള് ഒരു രാപ്പകലം എന്ന് പറഞ്ഞൊരു പടത്തിൽ അവിടെ ഒരു ചേട്ടനുണ്ട്. നമുക്ക് എന്തോ ഒരു പ്രശ്നം വന്നിട്ട് പുള്ളിയുടെ അടുത്ത് ഈ നമ്മളിപ്പോ ബൗൺസേഴ്സ് എന്ന് പറഞ്ഞൊരു ടീമുണ്ടല്ലോ, ഇതിന്റെ ഓർമ്മയിൽ എന്ന് പറയുന്നുണ്ട്. ബൗൺസർ എന്ന് പറഞ്ഞൊരു ടീം ഇപ്പൊ ബൗൺസേഴ്സ് ഉണ്ട്. അന്നത്തെ കാലത്ത് ബൗൺസേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അന്ന് നമ്മളെ ട്രിവാൻഡ്രത്തുള്ള ദാസ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, നല്ല ഹൈറ്റ് ബിറ്റ്. പുള്ളി ആണ് ഈ ബൗൺസേഴ്സിന്റെ ഒരു സംഭവം കണ്ടുപിടിച്ചത്. പുള്ളി ഒരു വടം കൊണ്ടുവന്നിട്ട് ഈ ക്രൗഡിനെയൊക്കെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഈ ആൾക്കാരെയൊക്കെ പുള്ളി ഒന്ന് ബഹളം വെച്ച് മാറ്റിയെടുത്തു. അപ്പോൾ ആൾക്കാരും പലതും പറയില്ല, ഇദ്ദേഹത്തെ തെറിയൊക്കെ വിളിക്കും. അതൊക്കെ കേട്ടോണ്ടിരിക്കണം, വേറെ ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം അവരാ നാളെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ പടത്തിന് ഈ ദാസേട്ടൻ്റെ അടുത്ത്, ദാസേട്ടന് മമ്മൂക്ക ഭയങ്കര ജീവനാണ്. മമ്മൂക്കയ്ക്ക് തിരിച്ചു അതേയില്ല. പക്ഷേ മറ്റുള്ളവർ കാണിക്കുമ്പോൾ കാണിക്കാൻ പറ്റില്ലല്ലോ. ദാസേട്ടൻ ഈ പ്രശ്നം വന്നപ്പോൾ നിന്നെ സെറ്റ് കണ്ടുപോലെന്നോ നമുക്ക് എന്തോ ദേഷ്യപ്പെട്ട് അങ്ങനെ സംസാരിച്ച് പുള്ളി പോയി അവിടെ നിന്ന്. പുള്ളി പോയിട്ട് പിറ്റേന്ന് മമ്മൂക്ക് അവിടെ വന്നിട്ട് ആദ്യം ഈ പുള്ളി അന്വേഷിച്ചു എവിടെയെന്ന് ചോദിച്ചു. അത് കണ്ടില്ല. അപ്പോൾ പിന്നെ മാനേജേഴ്സിനെ വിട്ടിട്ട് ഈ പുള്ളി എവിടെയാണെന്നുള്ള ഇപ്പം ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പിന്നെ അവരിങ്ങനെ കാറൊക്കെ എടുത്ത് വന്ന് പുള്ളി പാലക്കാട് നേരെ ആലുവ വന്ന് അവിടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തു. ആലുവ ശിവക്ഷേത്രത്തിന് ആലുവ പുഴയില്ല അവിടെ, അങ്ങനെ ഇവിടുന്ന് എടുത്തിട്ട് പോയി. എന്നിട്ട് പുള്ളി വന്നപ്പോൾ മമ്മൂക്ക് ചോദിച്ചു, നിന്റെ വീട്ടില് നിന്റെ തന്ത നിന്നെ വഴക്കുറഞ്ഞ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാന്ന് ചോദിച്ചു. അങ്ങനത്തെ അതാണ് അവരെയൊക്കെ സ്നേഹം എന്ന് പറയുന്നത്. ഉർവശി ചേച്ചി എല്ലാവരുടെ നല്ല സ്നേഹമാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ ചേച്ചിയും എല്ലാ ഭക്ഷണം കഴിക്കും. ഫിഷ് തന്നെയാണ്. ആസിഫിക നമ്മുടെ ഫുഡ് തന്നെയാണ്. രാവിലെ ഈ പഴം പുഴുങ്ങിയത്, ഉപ്മാവ്, ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. സാധാ ഫുഡൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. മമ്മൂക്ക കുറേ സിനിമകളിൽ ഷൂട്ടിംഗ് പാക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ആ ഒരു സമയത്ത് ചെമ്പില് ബിരിയാണിയൊക്കെ തുറക്കുന്ന എല്ലാ പടത്തിലും ഉണ്ടാവും. ഞാൻ മറന്നുപോയതാണ്. എല്ലാ പടത്തിനും മമ്മൂക്കയുടെ വക ഒരു ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്. അത് നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്? അത് മമ്മൂക്ക പുറത്ത് അന്നെങ്കിലും നമ്മളെ ഭക്ഷണത്തിനെക്കാളും ഗംഭീര ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര വാശിയാണ്. അത് ഭയങ്കര മട്ടൻ ബിരിയാണി ആയിരിക്കും. എല്ലാവർക്കും മട്ടൻ ബിരിയാണി, ചിക്കൻ ഉണ്ടാവും, ചിക്കൻ ഫ്രൈ ഉണ്ടാവും, ഐസ്ക്രീം ഉണ്ടാവും. അന്ന് ഭയങ്കര ലാവിഷാണ്, ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. അതെല്ലാ പടത്തിനും ഉണ്ടാവും. നിങ്ങൾക്കും അറിയാല്ലേ? പിന്നെ നമ്മളതിന്റെ വീഡിയോസ് മമ്മൂക്ക വരുന്നു, ചെമ്പ് തുറക്കുന്നു, ബിരിയാണി ചെമ്പ് തുറക്കുന്നു. അല്ലാതെ പുള്ളി പറയുന്നത് ഈ മതി എന്ന് പറയുന്നത് ഭക്ഷണത്തിനെ മതി എന്ന് പറയുള്ളൂ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. നമ്മൾ കാശൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മതി എന്ന് പറയില്ലോ, ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞ് മതി എന്ന് പറയുന്നു. അതൊരു സന്തോഷമല്ലേ? ഇപ്പൊ പുറത്തൊക്കെ നമ്മള് ഫുഡ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മീൽ എടുക്കുകയാണെങ്കിൽ, ഉച്ചയ്ക്കത്തെ ഒരു ഊണ് എടുക്കുകയാണെങ്കിൽ 100-110 രൂപയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ പ്രൊഡക്ഷനിലേക്ക് ഫുഡിന്റെ ഇതിൽ വരുമ്പോഴത്തേക്കും ഷൂട്ടിംഗ് സെറ്റിൽ എത്ര രൂപയാണ് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ? ഇപ്പം ഈ പാക്കഡ് ഞാൻ പറഞ്ഞ ഈ ഈവനിങ് സ്നാക്സ് അടക്കം 4 നേരമായല്ലോ. ഇതിന് ഇപ്പോഴത്തെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 350 രൂപയാണ് പെർ ഹെഡ്. ഈ മെസ്സ് കോൺട്രാക്ട് മെസ്സായിട്ടാണ് ഇപ്പൊ വെച്ചേക്കുന്നത്. നേരത്തെയൊക്കെ സാധനം കമ്പനി പ്രൊഡ്യൂസേഴ്സ് വാങ്ങി കൊടുത്തിട്ട് പാചകം ചെയ്ത് കൊടുക്കുന്ന അവരെ സാലറി കൊടുത്തു. ഇപ്പൊ അങ്ങനെയല്ല, ഇവര് കോൺട്രാക്ടേഴ്സ് ആയി. ഇപ്പൊ പെർ ഹെഡ് ഒരാൾക്ക് 350 രൂപ ഫുള്ള് ഫുഡ്, ഒരു ദിവസത്തെ ഫുൾ ഡേ 350 രൂപ. അങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത്. അതിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് സ്നാക്സ്, ഡിന്നർ. ഓക്കെ ശരി. വേറൊരു സൈഡ് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഷൂട്ടിംഗ് സെറ്റിൽ നല്ല കിഡിലെ ഫുഡായിരിക്കും. ഒരു ദിവസം വരണം. അത് നമ്മള് വീട്ടിലെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നല്ല ഫുഡായിരിക്കും. ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാവും, ഒരുപാട് മെനു ഉണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. വെറൈറ്റികളുണ്ട്. കാരണം ഈ കഞ്ഞി, പയറ്, ചമ്മന്തി, നമ്മളെ വീട്ടിലൊക്കെ നൈറ്റ് ഫുഡ് എന്തൊക്കെ കാണും? ഇത്രയും ഐറ്റംസ് ഒന്നും കാണൂലല്ലോ. നമ്മളെ വീട്ടില് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാകും. ഇഡ്ഡലി, ചമ്മന്തി മാത്രം ഉണ്ടാകും. ഇപ്പൊ ഇവിടെ നമ്മളവിടെ ഇപ്പൊ ഇഡ്ഡലി, ഞാൻ ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ മെനു പറഞ്ഞു. രാവിലെ ഇഡ്ഡലി പൂരി ആണെങ്കിൽ
ഇഡ്ഡലിയുടെ ചമ്മന്തി തന്നെ രണ്ട് ഐറ്റം ചമ്മന്തി ഉണ്ടാവും. തേങ്ങാ ചമ്മന്തി ഉണ്ടാവും, കാരച്ചമ്മന്തി ഉണ്ടാവും, പിന്നെ സാമ്പാർ ഉണ്ടാവും. അപ്പം 3 കറികളായി. പൂരിയുടെ ബാജി ഉണ്ടാവും, 4 കറിയായി. പിന്നെ ഇതിൻ്റെ കൂടെ എഗ് ഉണ്ടാവും. ഓക്കെ, ഇത്രയും നമ്മളൊരു വീട്ടിലുണ്ടാവില്ലല്ലോ. ഒരിക്കലും ഇല്ല. അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അത്രയും പണിയുണ്ട്. ഇത്രയും സമയം പണിയെടുക്കല്ലേ, രാവിലെ ഒന്ന് ഉറക്കണീറ്റ് ഇത്രയും പണിയെടുക്കുന്നതല്ലേ. ഇവിടെ ഇപ്പം മലയാള സിനിമകളിലാണ് രാജേഷേട്ടൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തമിഴ്, ഹിന്ദി അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? അവരുടെ ആ ഒരു ഭാഷയിലേക്ക് അവിടെ പോയി ഇതുപോലെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ? അവിടെ പോയൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ വന്ന സിനിമകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന ചില സിനിമകളിൽ, ചില തെലുങ്ക് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, തമിഴ് സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട്, ഹിന്ദി സിനിമകൾ 1-2 സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ. ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് എപ്പോഴാണ് ഈ പേയ്മെന്റ് ഒക്കെ കിട്ടുന്നത്? പേയ്മെന്റ് മുൻകാലങ്ങളിൽ ഇതെല്ലാം ഒരുമിച്ചായിരുന്നു. ആദ്യം എന്തെങ്കിലും അഡ്വാൻസ് തരുള്ളൂ. അന്ന് ക്യാഷ് ആയിരുന്നല്ലോ, ലിക്വിഡ് ആയിട്ട് ക്യാഷ് ആയിരുന്നു. പിന്നെ ഇത് പിന്നീട് വന്നിട്ട് ചെക്കായി. അതിനുശേഷം ഇപ്പം ഉള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ 7 ദിവസം. നമ്മുടെ യൂണിയന്റെ റൂൾ എന്ന് പറഞ്ഞാൽ 7 ദിവസം കൂടുമ്പോൾ നമ്മൾ വേറ്റ കൊടുക്കണം. എല്ലാവരും അവരവരുടെ അക്കൗണ്ടുകളിലാണ്. ചില കമ്പനികളിൽ അത് 10 ദിവസം ആകുമ്പോൾ ഗോകുലം പോലുള്ള വലിയ വലിയ ആശീർവാദ് വലിയ വലിയ കമ്പനികൾ 10 ദിവസം കൂടുമ്പോൾ നമ്മൾ വേറ്റ എഴുതി കൊടുക്കും. 10 ദിവസം ആകുമ്പോൾ 10 ദിവസം എത്രയാണ് നമ്മുടെ സാലറി. ഇപ്പം നമ്മൾ പറഞ്ഞില്ല 1450, അത് 10 ദിവസം കൂടുമ്പോൾ ടോട്ടൽ ചെയ്ത് നമ്മൾ ബേറ്റ സ്ലിപ്പ് ഉണ്ട് നമ്മളെ യൂണിയന്റെ. ആ ബേറ്റ സ്ലിപ്പിൽ എഴുതി കൊടുക്കും. അത് മാനേജ്മെന്റ് സൈൻ ചെയ്ത് കൊടുക്കും. നമ്മൾ അക്കൗണ്ട് നമ്പർ കൊടുക്കും. നമ്മൾ അക്കൗണ്ടിൽ അടുത്ത ദിവസം ക്രെഡിറ്റ് ആവും. 10 ഡേയ്സ് കൂടുമ്പോൾ. അതിനിപ്പം ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് കൊടുക്കുന്ന ദിവസത്തിൽ അടുത്ത 2 ദിവസം ഹോളിഡേയ്സ് ആണെങ്കിൽ 2 ദിവസം കൂടെ കഴിഞ്ഞ് കയറും. ശരി. ഇനി പുതിയതായിട്ട് വരുന്ന പടങ്ങൾ ഏതൊക്കെയാ നമ്മൾ ചെയ്യാൻ പോകുന്നതാ? ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് ഒരു പടം, എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹൻലാൽ സാറിന്റെ മകൾ അഭിനയിക്കുന്ന, വിസ്മയ അഭിനയിക്കുന്ന തുടക്കം എന്ന് പറഞ്ഞ പടമാണ്. അതാണ് ഇപ്പൊ ഈ മാസം 17-ാം തീയതി ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി അവിടെയാണ് ഫുഡൊക്കെ കൊടുത്ത് അംഗം. അപ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയില്ലേ നല്ല ഫുഡാണ്, അങ്ങനത്തെ ഓർമ്മയിലുള്ള ഒരു മൊമെന്റ് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് പേര് പറയും, എല്ലാവരും പറയും. ജൂനിയർ ആർട്ടിസ്റ്റ് അടക്കം പറയും കൊള്ളായിരുന്നു വന്ന് പറയൂല്ലേ? ഒരുപാട് പേര് പറയും, എല്ലാവരും പറയും. ആർട്ടിസ്റ്റുകളും പറയും, ലാൽ സാറൊക്കെ പറയും നല്ല ഫുഡായിരുന്നു മോനെ, നല്ല ഫുഡാണെങ്കിൽ കൂടുതൽ കഴിക്കും. ഇത് കാണിച്ച് കണ്ട് കഴിച്ചു പോകും. ടേസ്റ്റ് കൊണ്ട് ഓരോന്ന് നമ്മളിത് കൊടുത്ത് നോക്കട്ടെ കുറച്ച് കഴിക്കും. എന്നിട്ട് ഇത് ടേസ്റ്റ് കൂടുതലാകുമ്പോൾ കുറച്ചുകൂടെ കഴിച്ചു പോകും. എല്ലാവരും എന്താ കഴിക്കുന്നത്, ഷൂട്ടിംഗ് സെറ്റിൽ എന്ത് ഫുഡാണ് കൊടുക്കുന്നത്, അങ്ങനെ ഒത്തിരി ഡൗട്ടുകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇത് അറിയുന്നില്ല, കാരണം ഞങ്ങളുടെ ഈ ഡീറ്റെയിൽസ് സാധാരണ ഒരു നമ്മൾ ഈ സിനിമയിൽ ടൈറ്റിലായിരുന്നാൽ പോലും ലാസ്റ്റ് റോളിംഗ് ടൈറ്റിലേ വരുള്ളൂ. ഇപ്പൊ ഈ പ്രൊഡക്ഷൻ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല, ഇല്ലേ? ഇതൊക്കെ റോളിംഗ് ടൈറ്റിൽ വരുമ്പോൾ നമ്മളെയൊക്കെ ഈ പ്രൊഡക്ഷൻ അസിസ്റ്റൻസിന്റെ പേര് കാണിക്കുമ്പോൾ തന്നെ എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മാസികകളിലോ അല്ലെങ്കിൽ വേറൊരു ഇന്റർവ്യൂ ആയിട്ടോ ഇന്റർവ്യൂ രൂപത്തിലോ ഇതൊന്നും ഇങ്ങനെയൊന്നും വരാറില്ല. പക്ഷെ നമ്മളെ ഈ കേരളത്തിൽ തന്നെ ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ബുദ്ധിമുട്ടുള്ള. ഇപ്പം രാജേഷേട്ടൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ല എന്നുള്ളതേ ഉള്ളൂ, പുറത്തുള്ള ആൾക്കാർക്ക് അറിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെ മറ്റുള്ള സിനിമയിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പം ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. താങ്ക് യു സോ മച്ച് രാജേഷേട്ടാ. ഇനി ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്യാൻ പറ്റട്ടെ. ഹാപ്പി ആയിട്ട് പോട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഈ ജോലി ചെയ്യാൻ കഴിഞ്ഞതിൽ ഭയങ്കര അഭിമാനമാണ്, സന്തോഷമാണ്. നിങ്ങൾ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. ആദ്യമായിട്ടാണ് ഞാനും ഇങ്ങനെ ഒരു ഇന്റർവ്യൂല്. പൊളി എന്തായാലും അടിപൊളി.